എന്നും രാവിലെ കോഫി കുടിക്കുന്ന ആളാണ്. ആക്ച്വലി ഈ ഒരു കോഫി കുടിക്കൽ നിങ്ങളുടെ ഹെൽത്തിന് ബെനിഫിറ്റ് ആണോ ഉണ്ടാക്കുന്നത് അതോ പ്രോബ്ലംസ് ആണോ ഉണ്ടാക്കുന്നത്? സയൻറ്റിഫിക്കലി നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് നോക്കാം കോഫിയിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന്. കോഫിയിൽ കഫിനുണ്ട്, പോളിഫെനോൾസ് ഉണ്ട്, നാച്ചുറലി അടങ്ങിയിട്ടുള്ള സ്റ്റിമുലൻസ് ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റിമുലൻസ്. ഇതൊക്കെയാണ് മെയിനായിട്ടും കോഫിയിൽ അടങ്ങി. അപ്പം കോഫിയിൽ തന്നെ ഫിൽറ്റേർഡ് കോഫി ഉണ്ട്, നോൺ ഫിൽറ്റേർഡ് കോഫീസ് ഉണ്ട്. നോൺ ഫിൽറ്റേർഡ് കോഫീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് LDL കൊളസ്ട്രോൾസിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിനി ബെനിഫിറ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിലോ, കോഫി കുടിക്കുന്നത് കൊണ്ട് ഹാർട്ട് പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാം, സ്ട്രോക്സ് അവോയ്ഡ് ചെയ്യാം, ടൈപ്പ് 2 ഡയബറ്റിക് മെലൈറ്റസ് അവോയ്ഡ് ചെയ്യാം, പാർക്കിൻസൺ ഡിസീസസ് അവോയ്ഡ് ചെയ്യാം, അതുപോലെ തന്നെ അൽഷിമസ് റെഡ്യൂസ് ചെയ്യാം, പിന്നെ അതുപോലെ ഡിപ്രഷൻസിനെ, മൂഡ് സ്വിമ്മിങ്സിനെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ റെക്കമെൻഡഡ് ആയിട്ടുള്ള കോഫി എന്ന് പറയുന്നത് 1 ഡേ മാക്സിമം 3 to 4 കപ്സ് ആണ്. ഓക്കെ, അത് നിങ്ങൾ മറക്കരുത്. മാക്സിമം ഒരാൾക്ക് കുടിക്കാൻ പറ്റുന്നത് ഒരു ദിവസം 3 to 4 കപ്സ് ആണ്. അപ്പോൾ ഈ 3 to 4 കപ്പ് മാക്സിമം കുടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മാക്സിമം കുടിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം, ഒരാൾക്ക് അത്രേ കുടിക്കാൻ പാടുള്ളൂ. അപ്പോൾ കോഫി കുടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. ദ ഡസൻ മീൻ ദാറ്റ് നിങ്ങൾ 4 കപ്പ് കുടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരാൾക്ക് മാക്സിമം കുടിക്കാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ കോഫി കുടിക്കുന്ന ഒരാളാണെങ്കിൽ വേറെ പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ ഓവറായിട്ട് കഫിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസൈറ്റി പ്രോബ്ലംസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഉറങ്ങാൻ പറ്റത്തില്ല, ഇൻസോമിനിയ ഉണ്ടാകും. അതുപോലെ തന്നെ വേറെയും പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് യൂറിനേഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂറിനേഷന് ചാൻസസ് ഉണ്ട്, ആൻഡ് ഈവൻ ഹാർട്ട് ബേണിന് ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓവറായിട്ട് ഒരിക്കലും കോഫി കുടിക്കരുത്. അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസ് കോഫി കുടിക്കരുത് അധികം. കാരണം കഫിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് ഈവൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന പാരൻസും അത് കുടിക്കരുത്. അതുപോലെ ഈ കോഫി എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഇൻടേക്കിൽ പെടുന്നൊരു സാധനമാണ് എന്നും പറഞ്ഞുകൊണ്ട് അതൊരിക്കലും ബോഡിയെ ഹൈഡ്രേറ്റ് ആക്കുന്നില്ല. സോ അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റിസർച്ച്, കോഫി എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആകുന്നത്, അത് എത്രമാത്രം നല്ലതാണ് നല്ലതല്ല എന്നുള്ള കാര്യങ്ങളായിട്ടുള്ള ഡീറ്റെയിൽസ് അടങ്ങിയ റിസർച്ച് ഞാൻ ഇതിൻ്റെ അടിയിൽ മെൻഷൻ ആക്കാം. ആ ഗോ ത്രൂ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൂടുതലായിട്ടും കോഫിയുടെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു.